ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സുഖയില്ലായ്മ കൊണ്ട് വീഡിയോ കുറച്ച് താമസിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സെപ്റ്റംബർ മാസത്തിലെ രാശിമാറ്റങ്ങളാണ് പറയുന്നത്. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ഒന്ന് ടച്ച് ചെയ്ത് വയ്ക്കുക. അപ്പം വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. നമ്മൾ പറയുന്നത് അനിഴം, തൃക്കേട്ട, മൂലം ഈ 3 നാളുകളെ കുറിച്ചിട്ടാണ്. അനിഴം നാളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഉള്ളൊരു സമയമാണിപ്പോൾ. തൊഴിൽ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് ഗവൺമെൻറ്റിൽ നിന്നുള്ള അനുമതിയൊക്കെ കിട്ടുന്നതാണ്. വലിയ വലിയ ആൾക്കാരുമായിട്ടുള്ള കൂടിക്കാഴ്ചകളൊക്കെ നല്ല നല്ല അറിവുകൾ പകരുന്നതിന് ഉതകുന്നതാണ്. മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അഭിമുഖങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതിൽ വിജയം കാണുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലോണിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കച്ചവടങ്ങളൊക്കെ നടത്തുന്ന, അതായത് കച്ചവടം എന്ന് വെച്ചാൽ നമ്മൾ ഈ വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ന്യായമായിട്ടുള്ള തീർപ്പിന് ഉള്ളൊരു വഴി കാണുന്നുണ്ട്. തർക്കങ്ങളൊക്കെ. രാഹു 4-ാം ഭാവത്തിലുള്ളത് കൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. അന്യനാട്ടിൽ കഴിയുന്ന ആൾക്കാർക്ക് നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. അതാണ് അനിഴം നാളിനെ കുറിച്ച് പറയാനുള്ളത്. തൃക്കേട്ട നാളിനെ കുറിച്ച് പറയുവാണെങ്കിൽ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് വിജയിക്കുന്നതാണ്. തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട്. ന്യായമായിട്ടുള്ള പദവികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും കുറച്ച് സ്ഥാന കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഏത് മേഖലയിൽ ജോലി ചെയ്താലും അവിടെ തങ്ങളുടേതായൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാനും സാധിക്കും. ഒരു സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് വരുന്നുണ്ട്. അച്ഛൻ മകൻ ബന്ധം മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ ദൃഢമാവുന്നതാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ, അതായത് നിങ്ങളുടെ എന്താണ് ബിസിനസ് ചെയ്യുന്നത് വാങ്ങുന്ന ആൾക്കാരെ ആകർഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പതുക്കെ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ വായ്പകളൊക്കെ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. വായ്പയ്ക്ക് വേണ്ടി അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ പൈസ കിട്ടാനായിട്ട് കുറച്ച് താമസം ഉണ്ടാകും. അസുഖം ബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് പുതിയ ചികിത്സ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് രോഗശമനം വരുന്നതാണ്. ചിലപ്പോൾ മാറ്റി നമ്മൾ ഒന്ന് ചികിത്സിക്കാൻ നമ്മൾ ശ്രമിക്കുമല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുന്നതാണ്. പിന്നെ ചൊവ്വ 11-ൽ തുടരുന്നത് കൊണ്ട് തന്നെ ഭൂമി വിൽക്കാനും വാങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായിരുന്നെങ്കിൽ, അകൽച്ച ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് തൃക്കേട്ടയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മൂലം നാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അഷ്ടമരാശിയായിരുന്നു, അതിൽ നിന്ന് ആദ്യത്തിൽ മാറുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നല്ലതാണ്. പല പല തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടും. മനസ്സിൻ്റെ ഉന്മേഷമില്ലായ്മയൊക്കെ മാറിക്കിട്ടും. ഒരു പ്രത്യാശ മനസ്സിൽ ഉദിക്കുന്നതാണ് മുന്നോട്ടുള്ള ജീവിതത്തിന്. ജോലിയൊക്കെ തേടുന്ന ആൾക്കാർക്ക് നേരത്തെക്കാളും നല്ലൊരു ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് അല്ല, ഇപ്പം പൊതുവായിട്ടുള്ള പ്രൈവറ്റ് ജോലിയാണെങ്കിൽ കൂടി നമുക്കിപ്പോൾ ഏകദേശം ആവശ്യങ്ങളൊക്കെ അതുകൊണ്ട് നടത്തിപ്പോകാനുള്ള സാധിക്കും.
വീടിനടുത്തേക്ക് നിങ്ങൾക്ക് സ്ഥലം മാറ്റം കണ്ട സാധ്യതയുണ്ട്. അച്ഛന് പിതാവിന് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ നല്ലൊരു സൽപ്പേരുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് ഗവൺമെൻറ്റിലേക്കുള്ള അപേക്ഷകളൊക്കെ വച്ചിട്ടുണ്ടെങ്കിൽ അനുമതിയൊക്കെ ലഭിക്കും. ബന്ധുക്കൾ തമ്മിലുണ്ടായിരുന്ന അകലങ്ങളൊക്കെ വഴക്കൊക്കെ മാറി നല്ല രീതിയിലേക്ക് പോകും. അത് ബന്ധുക്കളുടെ നിങ്ങളുടെ ഒരു കുടുംബ ബന്ധം, സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ബന്ധം ശക്തിപ്പെടുന്നതാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ ചുറ്റും ചതിക്കുഴികളുണ്ട്. അത് ഓർക്കുന്നത് എപ്പോഴും നന്ന്. അതുപോലെ തന്നെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ദോഷം ചെയ്യുന്ന സമയമാണ്. ഒരുപാട് ആത്മവിശ്വാസം വേണ്ട. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ധനം നിക്ഷേപിക്കുന്നതും ഉറപ്പ് നിക്ഷേപവും അത് സുരക്ഷിതമാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും. ഇത്രയും കാര്യങ്ങളാണ് ഈ 3 നാളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.